ഹായ്, നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. വ്ളോഗെന്ന് പറഞ്ഞാൽ വലിയ അടിപൊളി വ്ളോഗൊന്നുമല്ല, നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ജോലികൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയിലേക്കും വേലയിലേക്കും എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും എൻ്റെ കൂടെ വായോ. അപ്പോഴേ ഒരു ഗ്ലാസ് ചായ കുടിക്കട്ടെ. ഒരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞു. അടുത്തത് മിച്ചമുണ്ടായിരുന്ന മഗ്ഗിൽ. അപ്പോൾ മഗ്ഗിലെ ചായ അങ്ങൊഴിച്ചെടുത്ത് ഇതിൽ കഴുകി വയ്ക്കാമല്ലോ. അതാണ് എനിക്ക് വണ്ണം കൂടാൻ കാരണം. മിച്ചമുള്ള സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പാത്രം മുഴക്കി വയ്ക്കാമല്ലോ, അതങ്ങ് കഴിക്കും. ഇങ്ങനെ വണ്ണം നിൽക്കും. അപ്പം വണ്ണം കുറയ്ക്കാൻ നോക്കുക. എവിടെ കുറയാനാ. പിന്നെ ചിയ സീഡ് മേടിച്ച് വെച്ചിട്ടുണ്ട് വണ്ണം കുറയ്ക്കാനേ. അത് കഴിക്കുന്നുണ്ട് വിശപ്പൊന്നും തോന്നിക്കത്തില്ല. നമ്മൾ പിന്നെ ആഹാരം കുറയ്ക്കാം. അങ്ങനെ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കഴിക്കാറുണ്ട്. ചായ അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോഴത് പോട്ടെ. ഞാൻ കപ്പ പൊളിച്ചു. കപ്പ അപ്പോഴത് ഒന്ന് വേവിക്കാൻ പോവുകയാണ്. ഈ തൊലി ഒന്നൊക്കെ കൊണ്ട കളഞ്ഞിട്ട് വരട്ടെ. അങ്ങനെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞു. ഇനിയും പൊളിച്ച കപ്പയൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. സാധാരണ ഞാനാണെങ്കിൽ കപ്പ പൊളിക്കുന്നതിന് മുമ്പേ ആ കപ്പക്കിഴങ്ങ് കഴുകുക പതിവുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാനങ്ങ് മറന്നുപോയി. അതങ്ങ് പൊളിച്ചിട്ടപ്പോഴാണ് ഓർക്കുന്നത്, അയ്യോ കഴുകിയില്ലല്ലോ എന്ന്. അപ്പോഴാ കയ്യിലെ ചള്ളയൊക്കെ നമ്മുടെ കപ്പയിൽ പിടിച്ചു. അപ്പോഴേ പിന്നെ ഓരോന്നും ഞാനതൊന്ന് ഉരച്ച് കഴുകുകയാണ്. അപ്പോഴേ കഴുകിയെടുത്ത ശേഷം അരിഞ്ഞിട്ടും ഇത് കഴുകും വൃത്തിയായിട്ട്. കാരണം പല രാസവളങ്ങളും ഇട്ടല്ലേ കപ്പ ഉണ്ടാക്കുന്നത്. പക്ഷേ രാസവളങ്ങളൊന്നും നമ്മൾ എത്ര കഴുകിയാലും പോകത്തില്ല. മണ്ണിൻ്റെ അകത്ത് എന്തെല്ലാം കീടങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേ എത്രയും വൃത്തിയായിട്ട് കഴുകുന്നതാണ് നല്ലത്. ഇത്രയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് തന്നെ ഓരോ അസുഖങ്ങളാണ്, പിന്നെ പറയണോ. അപ്പോഴേ ഞാനൊന്ന് കഴുകിയെടുക്കട്ടെ. അതിനുശേഷം നമുക്ക് അരിയുമ്പോൾ കാണാം. അങ്ങനെ കപ്പയൊക്കെ കഴുകിയെടുത്തു. ഇനിയും ചെറുതായിട്ട് അരിയാം. ഞാനിത് വലുതാക്കി അരിഞ്ഞിടത്തില്ല, ചെറുതാക്കി അരിയാം. അതിനു മുമ്പേ കപ്പയുടെ വേരുകളൊക്കെ കളയാം. കഴിക്കുന്ന കപ്പയൊന്നുമല്ല, കണ്ടിട്ട് അത് ഒന്ന് പച്ചയ്ക്ക് തിന്ന് നോക്കിയിട്ടും കയ്പൊന്നുമില്ല. അപ്പോഴേ വേകുന്ന കാര്യം എനിക്കറിയില്ല. നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ്. ഇത് വേവിച്ച് നോക്കിയിട്ടില്ല. അപ്പോഴെന്തായാലും ചെറുതായിട്ട് അരിഞ്ഞിടുകയാണ്. അപ്പോൾ പലയിടത്തും പലരും പല രീതിയിലാണ് അരിയുന്നത്. ഇവിടൊക്കെയാണ് ഇങ്ങനെ ചെറുതായിട്ട് അങ്ങ് അരിഞ്ഞിടും. ചിലരാണ് ഇത് ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിടുകയാണ്. അപ്പം വേകുന്ന കപ്പ എങ്ങനെ അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കപ്പയൊക്കെ അരിഞ്ഞെടുത്തു. ഇനിയൊന്ന് നന്നായി 2-3 പ്രാവശ്യം കഴുകിയെടുക്കാം. ഇപ്പോഴേ കപ്പയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയും അടുപ്പ് കത്തിച്ച് കപ്പയ്ക്ക് വെള്ളം വയ്ക്കാം. കപ്പയ്ക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോഴാണ് ഈ അരിഞ്ഞ കപ്പയൊന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴേ തീ കത്തിച്ചെടുക്കാം. അങ്ങനെ തീയൊക്കെ കത്തിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയും കപ്പയ്ക്ക് വെള്ളം ഞാൻ ഒരു ചരുവത്തിൽ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോഴേ അതങ്ങോട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലൊന്ന് തിളയ്ക്കട്ടെ. അതിന് ശേഷം അരിഞ്ഞു വെച്ച കപ്പയിടാം.
അപ്പോഴും ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിച്ച് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. രാവിലെ ഞാൻ ചിക്കൻ എടുത്ത് വെളിയിൽ വെച്ചിരുന്നതാണ്. പക്ഷേ കട്ട ഉടഞ്ഞിട്ടില്ല. ചിക്കന് പപ്പാതി വീതം 2 പാത്രങ്ങളിലായിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. അപ്പോഴത് കട്ടയുടയ്ക്കാനായിട്ട് ഞാൻ വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം കപ്പയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നുവല്ലോ, അത് നന്നായി തിളച്ചിട്ടുണ്ട്. കപ്പ ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കുകയാണ്, വേകട്ടെ. അപ്പോഴത്തേക്കിനും കപ്പയ്ക്ക് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കാം. ഞാനിങ്ങനെയാണ് കപ്പയ്ക്ക് അരപ്പ് തയ്യാറാക്കുന്നത്. കാന്താരി എടുത്തിട്ടുണ്ട്. ഈ സ്ഥാനത്ത് പച്ചമുളകും ആകാം. പിന്നെ തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇവയെല്ലാം കൂടെ ഒരുവിധം ഒന്ന് അരച്ച് എടുക്കുക. കൂടുതൽ അരഞ്ഞൊന്നും പോകണ്ട. കപ്പയല്ലേ, അതുകൊണ്ട് തേങ്ങ അധികം ആവശ്യമില്ല. ഈ മുളകും ജീരകവും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എല്ലാം കൂടെ അരയ്ക്കുന്നതൊന്ന് എടുക്കാനായിട്ട് കല്ലേന്നൊന്ന് എടുക്കണ്ടേ, അല്ലെ മിക്സിയിലിട്ട് അരയ്ക്കുകയാണെങ്കിൽ അതൊന്ന് എടുക്കണ്ടേ. അതിന് വേണ്ടിയാണ് ഈ തേങ്ങ അരയ്ക്കുന്നത്. തേങ്ങയുടെ യാതൊരു ആവശ്യവുമില്ല കപ്പയ്ക്ക്. പിന്നെ നമ്മൾ പതിവ് പോലെ നമ്മുടെ പഴയ ചിട്ട അനുസരിച്ച് തേങ്ങ ഇടുകയാണ്. തേങ്ങ ഇല്ല എങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ തേങ്ങയില്ലാതും കപ്പ അരച്ച് വേവിച്ചിട്ടുണ്ട്. യാതൊരു രുചിക്ക് യാതൊരു മാറ്റവുമില്ല. അപ്പോഴേ കപ്പയ്ക്ക് അരച്ചിടുക. അങ്ങനെ കപ്പയ്ക്ക് അരച്ചൊക്കെ എടുത്തു. ഇനിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേ പിന്നെ ഈ അരകല്ല് കഴുകിയ വെള്ളവും ഉപ്പിൻ്റെ മയവും എല്ലാം കൂടെ ചേർന്ന് അരപ്പും എല്ലാം കൂടെ ഒന്ന് വേകട്ടെ. വെന്തതിന് ശേഷം ഇളക്കിയെടുക്കാം. അപ്പോൾ കപ്പ അവിടെ ഇരുന്ന് വെന്ത് സെറ്റാകട്ടെ. ചിക്കൻ കഴുകിയെടുക്കുക. അപ്പോഴേ ചിക്കൻ കഴുകിയെടുക്കാനായിട്ട് പോവുകയാണ്. കട്ടയെല്ലാം നന്നായി ഉടഞ്ഞു. ഞാൻ 2-3 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. എങ്കിലും വീണ്ടും അത് ഓരോ കഷ്ണങ്ങളും എടുത്ത് കഴുകുകയാണ്. അതിൻ്റെ പുറത്തെ വെള്ള പാട പോലുണ്ട്. എനിക്ക് ഇഷ്ടമല്ല അതങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഓരോ കഷ്ണങ്ങളും എടുത്ത് ആ പാട ഇങ്ങനെ ഇരിക്കുന്നത് ഇളക്കി കളയുക പതിവുണ്ട്. അപ്പോൾ ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗമൊക്കെ കാണുന്നത് ഞാൻ കളയും. അതുപോലെ തന്നെ ഈ കരളിനോട് ചേർന്നിരിക്കുന്ന കൂമ്പ് അതൊന്നും ഇഷ്ടമല്ല. കരളും ഇഷ്ടമല്ല എനിക്ക് ഇടുന്നത്. പക്ഷേ മോന് കരൾ ഇഷ്ടമാണ്. അപ്പോഴേ കരൾ ഞാൻ അതുകൊണ്ട് കറിയിലിടുകയാണ്. പിന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് നുറുക്കി ഇടാം. പിന്നെ ഒരു ബംഗാളിയാണ്, പുതിയതായിട്ട് വന്ന ബംഗാളിയാണ് ഇപ്പം കോഴിയെ വെട്ടുന്നത്. അങ്ങേരാണെങ്കിൽ വലിയ ഫ്രൈക്കുള്ള രീതിയിലാണ് ഓരോ കഷ്ണങ്ങളും
വെട്ടിയിട്ടിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് നുറുക്കേണ്ടി വരും. അപ്പം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഫ്രൈ ആക്കുകയാണെങ്കിലും എനിക്ക് ചെറിയ കഷ്ണങ്ങളാക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഒക്കെ ഒന്ന് മുറിച്ച് എടുക്കുകയാണ്. ഇത് ഇപ്പം നല്ലതായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ടാണ് കഴുകിയെടുക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നൂല് പോലെ വലിഞ്ഞു കിടക്കുന്നതൊക്കെ വലിച്ച് കളയുകയാണ്. പാട പോലെ, ഇറച്ചിയിലുണ്ടല്ലോ പാട പോലെ, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ഞാൻ ചിക്കൻ കൂട്ടാറില്ല. ചിക്കനും ഇഷ്ടമല്ല, ബീഫും അങ്ങനെ ഇഷ്ടമല്ല, മുട്ട അങ്ങനെ കൂട്ടാറില്ല. പിന്നെ വല്ലപ്പോഴുമൊക്കെ കൂട്ടും, അതേ ഉള്ളൂ. അത്ര ഇഷ്ടമില്ല. പക്ഷേ മീൻ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് മീൻ ഏത് സൈസ് വേണേലും ഞാൻ കൂട്ടിക്കോളും. പക്ഷേ ഇവിടെ അമ്മയാണെങ്കിൽ മീനും കൂട്ടത്തില്ല, ചിക്കനും ബീഫും ഒന്നും കൂട്ടത്തില്ല. മുട്ട കൂട്ടുമായിരുന്നു നേരത്തെ, ഇപ്പം മുട്ടയും കഴിക്കത്തില്ല. അപ്പോഴേ പിന്നെ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ മീൻ കൂട്ടുമെന്ന് പറഞ്ഞാൽ ചെറിയ മീൻ കൂട്ടും, അത് ഒരു നേരമേ കൂട്ടത്തുള്ളൂ. പിന്നീടത് അവിടെ ഇരുന്നാലും ഞാനാണ് കഴിക്കുന്നത്, അമ്മ കഴിക്കാറില്ല. അപ്പോഴേ കപ്പ തിന്നാനായിട്ട് അമ്മയ്ക്ക് ഞാൻ 5-6 മത്തി വെച്ചിരുന്നു. അത് അമ്മയ്ക്ക് വേണ്ടി കറി വയ്ക്കുന്നുണ്ട്. അപ്പോഴേ ചിക്കനൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട്, ക്ലീനാക്കി എടുത്തു. ഞാനത് കഴിഞ്ഞിട്ട് 3-4 പ്രാവശ്യം കൂടെ കഴുകി. എനിക്ക് കഴിയാലെങ്ങും മതി വരത്തില്ല. മീനായാലും ചിക്കനായാലും ഒരുപാട് പ്രാവശ്യം കഴിയും. ഇത് കണ്ടിട്ട് എന്നോട് എൻ്റെ അങ്കിള് പറയും, ഇങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല. ഇപ്പം ആ അങ്കിളില്ല, ജീവനോടില്ല, മരിച്ചുപോയി. അങ്കിള് പറയും, ഇങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല, എത്ര ആയാൽ അതിൻ്റെ ബ്ലഡെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ, അതിൻ്റെ ടേസ്റ്റും പോകും, ഇങ്ങനെ കഴുകണ്ടെന്ന് പറയും. എങ്കിലും എനിക്ക് മനസ്സിൽ പിടിക്കില്ല. ഞാൻ കഴുകി ഒടുവിൽ വെള്ളം നല്ലപോലെ തെളിയുന്നിടം വരെ കഴുകും. അങ്ങനെ ആണ് ഞാൻ ഇറച്ചിയും മീനും ഒക്കെ കഴുകിയെടുക്കുന്നത്. അപ്പോഴേ കഴുകലൊക്കെ അവിടെ നിൽക്കട്ടെ, അത് അവരവരുടെ ഇഷ്ടം പോലെ, അവരവരുടെ മനസ്സ് പോലെ കഴുകാം. അത് അവരവരുടെ ഇഷ്ടമാണ്. ആരെയും വിമർശിക്കേണ്ടതും കളിയാക്കേണ്ടതും കാര്യമില്ല. അവരവരുടെ ഇഷ്ടം പോലെ. ഞാനിങ്ങനെ കഴുകുന്നതെങ്കിൽ മറ്റൊരാൾ ഇതിലും കുറച്ചായിരിക്കും കഴുകുന്നത്, അല്ലെങ്കിൽ ഇതിലും കൂടുതലായിട്ടായിരിക്കും കഴുകുന്നത്. അത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോഴേ ആ ഒരു പാർട്ട് പോകട്ടെ, നമ്മുടെ പാർട്ടിലേക്ക് വരാം. അപ്പോഴേ ഇറച്ചിയൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാലയുടെ പുരട്ടി വയ്ക്കുകയാണ്. ഞാൻ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, അതുപോലെ ചിക്കൻ മസാല, ഇവയെല്ലാം കൂടെ വെളിച്ചെണ്ണ, ഉപ്പ്, നാരങ്ങാനീര്, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി വയ്ക്കുകയാണ്. അപ്പോഴേ അതിനുശേഷം പിന്നെ നമ്മൾ ചിലപ്പോൾ ഞാൻ ഇത് അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കും. അപ്പോഴേ നമുക്ക് എളുപ്പമാണ് കറി വയ്ക്കുന്നത്. ഈ സമയം ഞാൻ മസാല ഇട്ടുകൊണ്ടിരുന്നപ്പോൾ നോക്കിയപ്പം കപ്പയുടെ അരപ്പിലെ അരപ്പും എല്ലാം കൂടെ വെന്ത് പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ മസാല തേച്ച് ആ ഇറച്ചി കഷ്ണങ്ങൾ ഞാൻ ഇന്ന് അടുപ്പയിലോട്ട് വെച്ച് ഒന്ന് വേവിക്കുകയാണ് ചെയ്യുന്നത്. വേവിച്ച ശേഷം പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളിപ്പഴം ഇവയെല്ലാം അരിഞ്ഞെടുത്തത് നന്നായി വഴറ്റി പിന്നെ വീണ്ടും കുറച്ച് ഈ മസാലകളെല്ലാം തന്നെ കുറച്ചുകൂടി ഞാനിതിലിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. പിന്നെ വെന്ത കഷ്ണങ്ങളിലേക്ക് അതിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വേവിക്കുക. അങ്ങനെയാണ് ഞാൻ ചിക്കൻ കറി ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില മുറ്റത്ത് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. എങ്കിലും സമയത്ത് ഓടിച്ചെല്ലും കറിവേപ്പില എടുക്കാനായിട്ട്. ചിലപ്പോൾ അന്നേരം മഴ പെയ്യുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുക. എൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ്. അപ്പോഴേ നമ്മുടെ മീൻ കറിയൊക്കെ ഈ സമയം പറ്റിയിരുന്നു. അപ്പോഴേ ചിക്കനോട് ഒന്ന് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോഴേ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പുതുതായി കാണുന്ന കൂട്ടുകാർ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ പറയണ്ടല്ലോ. അപ്പോൾ ബൈ, താങ്ക് യു.